ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ താമസത്തിന് വന്നിട്ട് ഒരു 6-7 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് വീട് മാറുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് വീട് മാറുകയാണ്. വേറെ സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂര് തന്നെ കേട്ടോ, വേറെ ഒന്നും അല്ല, അടൂര് തന്നെയാണ് ഞാനിപ്പോൾ വീട് എടുത്തേക്കുന്നത്. വീടൊക്കെ ഞാൻ കാണിക്കാം, അങ്ങ് ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഇതേ സെയിം തന്നെ ഒരു വീടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ വാടകയ്ക്ക് താമസിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് എന്തുവാ? എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാം. ഇതെല്ലാം പാക്ക് ചെയ്യലും അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യലുമാണ് സത്യം. നമ്മൾ ഈ ഒരിടത്തുനിന്ന് ഇവിടെ വന്നിട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കും. ആ സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് മാറേണ്ടി വരും. ഇവിടുന്ന് മാറേണ്ടി വരുമ്പോൾ നമ്മൾ വേറെ അടുത്ത് പോകും. അപ്പോൾ പോകാൻ നേരെ ഈ സെറ്റാക്കി വെച്ചത് മൊത്തം പിന്നെ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് പിന്നെ അതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലുമ്പോഴത്തെ വണ്ടിയിൽ ഇരുന്ന് തന്നെ അലവലാതിയാവും. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഒന്നേന്ന് അവിടെ സെറ്റ് ചെയ്യണം. അവിടെ കിച്ചൺ തൊട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വരണം. അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് സാധനങ്ങളുള്ളൂ, അത് തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒത്തിരി സാധനങ്ങളുള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയണ്ട. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലൊരു ബുദ്ധിമുട്ട് അതാ തോന്നുന്നത്. താമസം മാറുമ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാവത്തില്ല. ഈ വീട് മാറി താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്, വാടകയ്ക്ക് റെന്റിന് വീടെടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടേ അവർക്കത് മനസ്സിലാവും. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ വാരിപ്പറക്കി കെട്ടിക്കൊണ്ടുള്ള പോക്ക്. പിന്നെ അവിടെ ചെന്നിട്ട് അത് പല ഭാഗമായി ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പോവുക. പിന്നെ അത് പിന്നെയും സെറ്റ് ചെയ്ത് ഇന്നത്തെ എൻ്റെ വലിയ ഇന്നലെ തൊട്ട് പണിയാ. അല്ല, ഒതുക്കിപ്പറക്കൊക്കെ. അയ്യോ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കാണ് നമ്മൾ പലായനം ചെയ്യുന്നത് ഇവിടുന്ന്. വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചത് എന്താന്ന് പറഞ്ഞാൽ, മക്കളുമാർ രണ്ടുപേരും ജോലിക്ക് പോയേക്കും. അവർക്ക് വൈകിട്ടേ സമയം കിട്ടത്തുള്ളൂ, അവരപ്പോഴേ ഫ്രീ ആവത്തുള്ളൂ. അപ്പോൾ വേണം അവർ വന്നിട്ട് വേണം. അപ്പോൾ നമ്മൾ ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താമസിച്ചിട്ടേ വരുത്തുള്ളൂ, ഇത്ര സമയമായിട്ടേ വരുത്തുള്ളൂ എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നേരത്തേക്ക് നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ ഓണറുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ അവർ വന്നിട്ട് വേണം നമുക്ക് പതിയെ പോകാൻ അങ്ങോട്ട്. അപ്പോഴേ ഞാൻ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ലേ, എവിടെ പോയാലും ഞാൻ നിങ്ങളോട് പറയും, ഏത് വീടായാലും ഞാൻ നിങ്ങളെ കാണിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ കുറേ പേര് വന്ന് ചോദിക്കുന്നു, ഞാൻ സ്ഥലം പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ തെറി പറയുന്നുണ്ട്. എൻ്റെ ഐഡിയിൽ കിടക്കുന്നത് ശ്യാമ അടൂർ എന്നാണ് കിടക്കുന്നത്. ആ അടൂർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ അടൂർക്കാരി. അടൂർ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയാണെന്നും അറിയാം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണം ആ ചേട്ടനടുത്ത് വന്നിട്ട്, ആ ചേട്ടന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി പറയുന്നുണ്ട്. അപ്പം എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ അടൂർക്കാരിയാണ്. ഇനി അടൂർ എവിടാന്ന് ചോദിച്ചാൽ, അടൂരെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം താമസിച്ചുകൊണ്ടിരുന്നത് അനന്തപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാറുന്നത് അടൂർക്ക് തന്നെയാണ് മാറുന്നത്. അടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈപ്പാസിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ടാണ് ഞാൻ മാറുന്നത്. ബൈപ്പാസൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമില്ലേ, അടൂർ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. അവിടോട്ടാണിപ്പോൾ ഞാൻ മാറുന്നത്. അപ്പോഴേ നമ്മളടുത്തൊരു ചോദ്യം ചോദിച്ചു, ചിലപ്പോൾ നമ്മളാ ഒരു ചോദ്യം കാണത്തില്ലായിരിക്കും, നമ്മളത് ശ്രദ്ധിക്കത്തില്ലായിരിക്കും, അല്ലെ കാണത്തില്ലായിരിക്കും. അതിനുടനെ നമ്മളെ മോശക്കാരിയാന്നൊക്കെ വിളിക്കുന്നത് തെറ്റല്ലേ ചേട്ടന്മാരെ? ഉടനെ അങ്ങനാണോ വിളിക്കല്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടോ? പ്രത്യേകിച്ച് എൻ്റെ സ്ഥലപ്പേര് പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ സ്ഥലപ്പേരൂടെ വെച്ചിട്ടാണ് എൻ്റെ ഐഡി കിട്ടിയേക്കുന്നത്. ഇപ്പോൾ കുറേ ഒതുക്കിപ്പറക്കലൊക്കെയാണ്. നിങ്ങളെ ഞാൻ കാണിക്കാമേ. കണ്ടോ? ഒതുക്കിപ്പറക്കി ഇരിക്കുക. ഇനി കൊണ്ട് പറക്കി കെട്ടി വെക്കാൻ കുറേയും കൂടെ ഉണ്ട്. ക്ഷീണിച്ചുകൂടി ഇരിക്കുക. കണ്ടോ? ഒതുക്കിപ്പറക്കി ഇരിക്കുക.
ഈ കൊണ്ട് പറക്കി കെട്ടി വെക്കാൻ കുറേയും കൂടെ ഉണ്ട്, ക്ഷീണിച്ചുകൂടി ഇരിക്കുക. അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇപ്പോഴെല്ലാം പറക്കി കെട്ടിയൊക്കെ വെച്ചു. പിള്ളേർ വരുമ്പോഴത്തേന് പോകാനൊക്കെ റെഡിയായി. അവിടെ ചെന്നിട്ട് ഇന്നൊന്നും സെറ്റാക്കാൻ പോകുന്നില്ല. നാളെ ഫുള്ള് ഡേ നിന്ന് എല്ലാം സെറ്റാക്കി വെച്ച് മറ്റന്നാളിലൊക്കെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. അപ്പോഴും നാളെ അവിടെ ചെന്നിട്ട് വീടൊക്കെ കാണിക്കുന്ന വീഡിയോ ഇടാം. ഓക്കെ, ബൈ, സീ യു.